ചേട്ടാ മൂവി ചേട്ടാ ചേച്ചി എങ്ങനെയുണ്ടായി മൂവി ചേച്ചി? ഒരു രക്ഷയില്ല, പടം ഹിറ്റാണ്. കിടിലം പടം. സത്യം പറഞ്ഞാണല്ലോ, ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരെയും കൊണ്ടുപോയിട്ട് ഈ ടെററിസം ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞാണല്ലോ AK-47 ഇപ്പൊ അതിനകത്തുണ്ടെങ്കിലല്ലോ ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലാന്ന് തോന്നുന്നു. അത്ര ഫീൽ ഉണ്ട്. പടം ഗംഭീര പടമാണ്, ഹിറ്റാണ്. ഇത് ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഇത് ആദ്യത്തെ ദുരന്തത്തിനെയും കിടിലം പടമാണ്. വയലൻസ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഉണ്ടല്ലോ, പടം വേറെ ലെവലാണ്. പടം ഹിറ്റാണ്, ഒരു രക്ഷയില്ല. തകർപ്പം പടം. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറും ഇന്റർവെൽ വരെ സത്യം പറഞ്ഞാൽ ഒരു ബോറും ഇല്ലാണ്ട് കണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം എൻജോയ് ആണ്. ഇത് ആദ്യ പടത്തിനെ കണ്ടി ഹിറ്റായിരിക്കും. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രൺബീറിന്റെ അഭിനയവും അല്ലെങ്കിൽ കഴിഞ്ഞ സിനിമയിൽ നിന്ന് രൺബീറിന്റെ ക്യാരക്ടർ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളതൊക്കെ നല്ല കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രൺബീറിന്റെ ഒരു ബാക്ക് സ്റ്റോറി അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറെ വലിപ്പിക്കാതെ എന്താണ് കുറച്ച് സമയം കൊണ്ട് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. വയലൻസ് ഉണ്ട്. അതെ എന്നുവെച്ചാൽ അത് അഭിനയം കൊണ്ടുള്ള രീതിയിലാണെങ്കിലും കഥയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പല സീനുകളുണ്ട്. നമ്മളിപ്പോ മറ്റേ ഫസ്റ്റത്തെ സിനിമയില് അക്ഷയ് ഖന്നയുടെ ആ ഡാൻസ് അതുപോലത്തെ കുറച്ച് സീനുകളുണ്ട്. നമ്മൾ ഓർത്തിരിക്കാൻ പോണ കുറച്ച് സീനുകളുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. അതും ഞാൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ 30 മണിക്കൂറിനുള്ളിൽ തന്നെ പടം മൊത്തത്തിൽ ഇനിയാണ് പടം കിടക്കുന്നത്. മൊത്തത്തിൽ അടിപൊളിയാണ്. എങ്ങനെ ആക്ഷൻ സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ച ഫസ്റ്റ് ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ട, സെക്കൻഡ് ആണ് ഇഷ്ടപ്പെട്ടത്? 4 മണിക്കൂർ തകർത്തു വന്നിരിക്കും. പിന്നെ ഇതിനെ എങ്ങനെയുണ്ട്? കുറച്ച് സെൻസിന് കുറച്ച് കട്ട് ചെയ്തോ അങ്ങനെ ഫീൽ ചെയ്തു. ബാക്കി മൊത്തത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ പെർഫോമൻസ്, മേക്കിംഗ് 1500 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നു. 3.25 മണിക്കൂറുണ്ട് പടം. പക്ഷെ ആ ഒരു ഫീലൊന്നും ഇല്ല. ഫുൾ എന്റർടൈൻ ആയിട്ട് ത്രില്ലറായിട്ട് നമുക്ക് കണ്ടിരിക്കാം. നല്ലോണം ലാഗ് ഒന്നും ഇല്ല. ത്രില്ലിംഗ് ആണ്, നല്ല ത്രില്ലിംഗ് ആണ്. കണ്ടോണ്ടിരിക്കാൻ നല്ല വയലൻസ് നല്ല രീതിക്ക് ഉണ്ട്. നല്ല ഫൈറ്റുകളാണ്. പിന്നെ കുറെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈം ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നല്ല ത്രില്ലിംഗ് മൂമെന്റ്സ് ഉണ്ട്. ഓവറോൾ നല്ല പടമാണ്. വണ്ണിനേക്കാളിൽ നല്ലപോലെ ബെറ്റർ ആണ്. ഫൈറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. നല്ല ടൈമിന്റെ ലെങ്ത് കുറച്ച് കൂടുതലാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ലെങ്ത് അത് കുഴപ്പമില്ല. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില്ലിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇതുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഹിസ്റ്ററീസ് കുറെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പം രസമാണ്. ഇല്ല, ലാഗ് ഒന്നും ഇല്ല. നല്ല പടമാണ്. കൊള്ളാം. 1000 കോടി നോക്കുവോ? 1500 എത്തുമോ? സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ കാണാം. ഗംഭീര പടം, ഗംഭീര സിനിമ. ഒരു നഷ്ടവും ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് ഞാൻ പറയാണ്, എനിക്ക് പടം 100% എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ജയ് ഹിന്ദ്. അടിപൊളി പടം.